സർവകൃപാലുവായ ത്രിയേക ദൈവത്തിന് മഹത്വവും സ്തുതിയും സ്തോത്രവും ഞാൻ അർപ്പിക്കുന്നു. ബഹുമാന്യരായ കർത്താവിന്റെ ദാസന്മാർക്കും ദൈവജനത്തിനും ക്രിസ്തീയ വന്ദനങ്ങളെയും അറിയിക്കട്ടെ. ചില പുതിയ പേരുകളും ഡിവൈസസും ഞാൻ കാണുന്നുണ്ട്. പുതുതായിട്ട് ചേർന്നവരാകുന്നുവെങ്കിൽ നിങ്ങളെ പ്രത്യേകാൽ ഈ കൂടിവരവിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. കർത്താവ് നമ്മെ ഒരുമിച്ച് അനുഗ്രഹിക്കട്ടെ. സ്തോത്രം. ഒരുമിച്ച് ആയിരിക്കുന്നതിൽ ദൈവത്തെ ഞാൻ സ്തുതിക്കുകയും കർത്താവിനെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. ദൈവത്തിന്റെ കൃപ നമ്മുടെ മേൽ ധാരാളമായിട്ട് പിന്നെയും ഉണ്ടാകുമാറാകട്ടെ. സ്തോത്രം. ഇന്നലെ നമുക്ക് ഒരുമിച്ച് കൂടുവാനായിട്ട് സാധിച്ചില്ല. നമ്മുടെ ക്ലാസ് ഇന്നലേക്ക് മുമ്പായിരുന്നല്ലോ. നമ്മുടെ വിഷയം ഓർമ്മയുണ്ടാകുമെന്നാണ് ഞാൻ കരുതുന്നത്. നമ്മൾ വെളിപ്പാട് പുസ്തകം 18-ാമത്തെ അധ്യായത്തിലാണ് നിൽക്കുന്നത്. വെളിപ്പാട് പുസ്തകം 18-ാമത്തെ അധ്യായം. പതിനേഴും 18-ഉം അധ്യായങ്ങൾ തമ്മിൽ വളരെ സാമ്യമുണ്ട്. 17-ഉം 18-ഉം 19-ഉം അധ്യായങ്ങളിൽ ദൈവിക ന്യായവിധികളെ കുറിച്ച് 16-ാം അധ്യായം കൊണ്ട് അവസാനിച്ച ദൈവിക ന്യായവിധികളിൽ ചിലതിനെ കുറിച്ച് എടുത്തു പറഞ്ഞിരിക്കുന്ന വേദഭാഗങ്ങളാണ് 17, 18, 19 അധ്യായം. നാം അതും മനസ്സിലാക്കി. 17-ാം അധ്യായത്തിൽ ലോക മതവ്യവസ്ഥയെ ദൈവം ന്യായം വിധിക്കുന്നതും 18-ാം അധ്യായത്തിൽ ലോക വാണിജ്യ വ്യവസ്ഥയെയും അക്ഷരീക പട്ടണങ്ങളെയും ന്യായം വിധിക്കുന്നതും 19-ാമത്തെ അധ്യായത്തിൽ കള്ളക്രിസ്തുവിനെയും കള്ളപ്രവാചകനെയും അവരോട് കൂട്ടുകൂടിയ അവരോടുകൂടി യേശുക്രിസ്തുവിനെതിരെ അർമഗദ്ദോൻ യുദ്ധത്തിൽ അണിനിരന്ന സൈന്യത്തെയും ന്യായം വിധിക്കുന്നതുമാണ് എടുത്തെടുത്ത് പറഞ്ഞിട്ടുള്ളത്. അതിൽ 17-ാം അധ്യായത്തിലെ ആത്മീയ ബാബിലോൺ അഥവാ ലോക മതവ്യവസ്ഥിതിയെ ദൈവം ന്യായം വിധിക്കുന്നത് കണ്ടു. അതിന് ദൈവം ഉപയോഗിച്ചത് എതിർ ക്രിസ്തുവിനെയും അവനോട് കൂടെയുള്ള 10 രാഷ്ട്രത്തലവന്മാരെയുമാണ്. അതായത് അന്ന് നിലനിന്നിരുന്ന രാഷ്ട്രീയ നേതൃത്വത്തെ ഉപയോഗിച്ചുകൊണ്ട് വ്യാജ മതത്തെ ദൈവം ന്യായം വിധിച്ചതായിട്ട് കണ്ടു. അത് സംഭവിക്കുന്നത് മഹാപീഡനത്തിന്റെ മധ്യത്തിലാണ്. 7 വർഷത്തെ മഹാപീഡനം, അതിന്റെ മധ്യത്തിൽ ആദ്യത്തെ 3.5 വർഷം കഴിഞ്ഞതിന് ശേഷം മതബാബിലോണിനെ ദൈവം ന്യായം വിധിക്കുന്ന ചിത്രമാണ് നാം കണ്ടത്. 18-ാമത്തെ അധ്യായത്തിലെ ന്യായവിധി വാണിജ്യ ബാബിലോണാണ്. ലോക സമ്പദ് വ്യവസ്ഥയാണ്. അത് കേന്ദ്രീകൃതമായിരിക്കുന്ന ഒരു അക്ഷരീക പട്ടണം, ഒരു അക്ഷരീക രാജ്യമുണ്ട്. അത് പുനരുദ്ധരിക്കപ്പെടുന്ന ബാബിലോണാണ്, ഇറാഖാണ്, ബാഗ്ദാദായിരിക്കാം എന്ന് നാം കണ്ടുകൊണ്ടിരിക്കുന്നു. അത് സംഭവിക്കുന്നത് മഹാപീഡനത്തിന്റെ ഒടുവിലാണ്. 17-ാം അധ്യായത്തിലെ വ്യാജ മതത്തിന്റെ പതനത്തോടുകൂടെ എതിർ ക്രിസ്തുവിന്റെ കൊമ്പ് ഉയരുമെങ്കിൽ 18-ാം അധ്യായത്തിലെ ലോക സമ്പദ് വ്യവസ്ഥയുടെ നശീകരണത്തോടുകൂടെ അവന്റെ കൊമ്പ് താഴുകയായിരിക്കും. ആ വ്യത്യാസങ്ങളും സാമ്യങ്ങളുമൊക്കെ നാം കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഏറ്റവും ഒടുവിലായി നാം ചിന്തിച്ചത് ഈ പട്ടണത്തെക്കുറിച്ചുള്ള അല്പവും കൂടെ
ഉള്ള ചില വസ്തുതകളാണ്. അതിൽ ദ ഡിസ്ക്രിപ്ഷൻ ഓഫ് ദ സിറ്റി, ഈ പട്ടണത്തിന്റെ ഒരു വിവരണം, അതിൽ ഒന്നോ രണ്ടോ കാര്യങ്ങൾ നമ്മൾ ചിന്തിച്ചു എന്നാണ് എൻ്റെ ഓർമ്മ, അല്ലെ? 2 എണ്ണം. അതെ, ഇത്രയും വരെയുള്ള നമ്മുടെ പഠനത്തിൽ എന്തെങ്കിലും വിശദീകരണം അർഹിക്കുന്നെങ്കിൽ ആ ഭാഗങ്ങളെ ഓർപ്പിക്കാം. മാസ്റ്റർ, ഈ ബാബേലിന്റെ നാശത്തെ പറ്റി യെശയ്യാ 13 പറയുന്നത് ഇതുമായിട്ടുള്ള ബന്ധത്തിലല്ലയോ? അതെ, അത് നശിച്ചു പോകുന്നു, കംപ്ലീറ്റ് ആയിട്ട് നശിച്ചു പോകുന്ന പറയുന്നത്. അതെ, അതെ. അങ്ങനെ ഒരു പൂർണ്ണമായ നാശം ബാബിലോണിന് ഇതുവരെ സംഭവിച്ചിട്ടില്ലാത്തത് കൊണ്ട് ആ പ്രവചന നിവൃത്തി ഇനിയും ബാക്കിയാണ്. അതുകൊണ്ട് ഈ 18-ാം അധ്യായത്തിലേത് അക്ഷരീക ബാബിലോണിന്റെ നാശം ആയേ പറ്റൂ എന്നുള്ളതാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. മറ്റൊന്നുമില്ലെങ്കിൽ ഈ പട്ടണത്തെക്കുറിച്ചുള്ള വിവരണങ്ങളിൽ മറ്റൊരു സംഗതി കൂടെ നമുക്ക് നോക്കാം. ഒന്നാമത് നമ്മൾ കണ്ടത് 18-ാമത്തെ അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നത് പോലെ. 2-ാം വാക്യം ഒന്നും കൂടെ വായിച്ചാട്ടെ. അവൻ ഉറക്കെ വിളിച്ചു പറഞ്ഞത്, വീണുപോയി, മഹതിയാം ബാബിലോൺ വീണുപോയി, ദുർഭൂതങ്ങളുടെ പാർപ്പിടവും സകല അശുദ്ധാത്മാക്കളുടെയും തടവും അശുദ്ധിയും അറപ്പുമുള്ള സകല പക്ഷികളുടെയും തടവുമായി തീർന്നു. അവിടെ നാം കണ്ടത് ഈ ബാബിലോൺ നിപതിച്ച് നശിച്ച് അത് ദുർഭൂതങ്ങളുടെ പാർപ്പിടമായി തീരുന്നു, തടം പാർപ്പിടമായി തീരുന്നു എന്നുള്ളതാണ്. ഒന്നാമത്തെ കാര്യം നാം അങ്ങനെയാണ് കണ്ടത്. ഇറ്റ് ഹാഡ് ബിക്കം ദ ഹാബിറ്റേഷൻ ഓഫ് demons and false doctrines and false, other demonic spirits. രണ്ടാമത്തെ കാര്യം നമ്മൾ കണ്ടത്, both rulers, that means political rulers and merchants, people who are engaged in trades, merchants, had worshipped in her shrine of silver. 18-ന്റെ 3-ാമത്തെ വാക്യം, 3-ാം വാക്യവും കൂടെ വായിക്കാമല്ലോ. അവളുടെ വേശ്യപ്രവൃത്തിയുടെ ക്രോധമദ്യം സകല ജാതികളും കുടിച്ച് ഭൂമിയിലെ രാജാക്കന്മാർ അവളോട് വേശ്യസംഗമം ചെയ്യുകയും ഭൂമിയിലെ വ്യാപാരികൾ അവളുടെ പുളപ്പിന്റെ ആധിക്യത്താൽ സമ്പന്നരാകുകയും ചെയ്തു. കണ്ടോ, ഭൂമിയിലെ രാജാക്കന്മാർ അല്ലെങ്കിൽ അധിപതികളും വ്യാപാരികളും രാഷ്ട്രീയ നേതാക്കന്മാരും അതുപോലെ കച്ചവടക്കാരും. കച്ചവടക്കാരെന്ന് പറയുമ്പോൾ നമ്മുടെയൊക്കെ മോർണിംഗ് മാർക്കറ്റിലും സായാഹ്ന കമ്പോളങ്ങളിലും പ്രഭാത ചന്തകളിലും ഒക്കെ ഇരുന്ന് പച്ചമുളകും പറഞ്ഞുകൊണ്ട് വിൽക്കുന്നവരല്ല, വമ്പൻ വ്യാപാരികൾ. ലോകത്തെ തന്നെ വിലക്കെടുക്കുവാൻ പ്രാപ്തിയുള്ള അതിസമ്പന്നന്മാരാണവർ. അതുപോലെ രാഷ്ട്രീയക്കാരല്ലെങ്കിലും രാഷ്ട്രീയക്കാരെയും കൂടെ നിയന്ത്രിക്കുവാൻ സ്വാധീനമുള്ളവരാണ് ശക്തികൾ. അവരെയാണ് നാം റൂളേഴ്സ്, പൊളിറ്റിക്കൽ ലീഡേഴ്സ്, കിങ്സ്, പ്രിൻസസ് ഓഫ് ദിസ് വേൾഡ് എന്നൊക്കെ വിളിക്കുന്നത്. മറ്റത് ഇവളുമായിട്ടുള്ള ഇടപഴകൽ, ആ വേശ്യാ സംഗമത്തെ കുറിച്ച് 2 രീതിയിലും നമുക്ക് പറയാം. ഒരു രീതി മതപരമായിട്ടുള്ളത്, അത് 17-ാം അധ്യായത്തിൽ നമ്മൾ ചിന്തിച്ചത് കൊണ്ട് ഇവിടെ ആ വിഷയം പരാമർശിക്കുന്നില്ല.
മറ്റു രണ്ട് രീതികളിലുള്ള വേശ്യാസംഗം, ഒന്ന് അക്ഷരീയമായിട്ട് തന്നെ അത് സംഭവിക്കുന്നു. എന്ന് വെച്ചാൽ മിക്ക ലോകോത്തര പട്ടണങ്ങളിലും ഈ പാപം വളരെ ഉയർന്ന നിലവാരത്തിൽ നടക്കുന്നുണ്ട്. പാപം ഉയർന്ന നിലവാരത്തിൽ എന്ന് പറഞ്ഞാൽ മുംബൈയും കൽക്കട്ടയും ഒക്കെ അറിയപ്പെടുന്ന, ഇവിടങ്ങളിലൊക്കെ അറിയപ്പെടുന്ന ചില ചുവന്ന തെരുവുകളുണ്ട്. അവിടെയൊക്കെ പോകുന്നവർ വളരെ താഴ്ന്ന നിലവാരത്തിലുള്ളവരാണ്. സാധാരണക്കാരായ മനുഷ്യരാണെന്നാണ് എൻ്റെ അറിവ്. വളരെ ഇടുങ്ങിയ മുറികളിൽ താമസിപ്പിച്ചിരിക്കുന്ന സ്ത്രീകൾ, പുറത്തിറങ്ങാൻ അനുവാദമില്ലാത്തവർ, ധാരാളം സാംക്രമിക രോഗങ്ങൾ വഹിക്കുന്നവർ, അവരെ നോക്കുന്ന മേൽനോട്ടക്കാരായ മുതലാളിമാർ, ആണും പെണ്ണും ഉണ്ടതിൽ, ദല്ലാളുമാർ, അങ്ങനെയൊക്കെ ഉള്ള വല്ലാത്ത ഒരു നിലയിൽ കഴിയുന്നവരാണ്. ജീവിതം നരകമാക്കിയവരാണ് ഈ റെഡ് സ്ട്രീറ്റ്സിൽ, ചുവന്ന തെരുവുകളിലുള്ളവർ. അത് സാധാരണക്കാർ, ഭിക്ഷക്കാർക്ക് വരെ അവിടെ കയറി ചെല്ലാം. എന്നാൽ ഉയർന്ന നിലവാരത്തിൽ ഈ പാപം ചെയ്യുന്നവരെന്ന് പറഞ്ഞത് നമ്മുടെ ഇന്നത്തെയൊക്കെ രീതിയിലാണെങ്കിൽ പഞ്ചനക്ഷത്ര ഹോട്ടലുകൾ, സപ്തനക്ഷത്ര ഹോട്ടലുകൾ, ഇങ്ങനെ വമ്പൻ രീതികളിൽ നടത്തപ്പെടുന്ന സംഗതികളുണ്ട്. അവിടെങ്ങും സാധാരണക്കാർക്ക് പാപം ചെയ്യാനായിട്ട് ചെല്ലാൻ പറ്റില്ല. സ്വാധീനവും പണവും ഒക്കെ ഉള്ളവർക്കേ അവിടേക്ക് പ്രവേശനമുള്ളൂ. അപ്പം ഈ വലിയ നഗരങ്ങളിൽ പലയിടങ്ങളിലും ഇതുപോലെയുള്ള, അതിന് പറയുന്ന പേരുകളൊക്കെ വേറെയാണെന്ന് മാത്രം, ഇതുപോലെയുള്ള പാപത്തിന്റെ വലിയ സാധ്യതകളാണുള്ളത്. പാപത്തിന്റെ വലിയ സാധ്യത ഇന്നത്തെ ലോകത്തിൽ അതൊക്കെ ഒരു വെറും ട്രീറ്റ് ആയിട്ട്, വാണിജ്യപരമായ കച്ചവടപരമായ ബന്ധം ഒക്കെ വരുമ്പോൾ ഉണ്ടല്ലോ, ചിലരെ ചില രീതിയിൽ, പ്രത്യേക രീതിയിൽ കാണുകയോ അവർക്ക് എന്തെങ്കിലും ഗിഫ്റ്റ്സ് കൊടുക്കുകയൊക്കെ ചെയ്യുന്ന, അങ്ങനെയുള്ള രീതിയിൽ ഹൈ പ്രൊഫൈൽ സിൻഫുൾനെസ്, അതിൻ്റെ ഭാഗമായിട്ട് അക്ഷരീയ വേശ്യാവൃത്തി ഇതുപോലെയുള്ള വൻ നഗരങ്ങളിലുണ്ട്. അപ്പോൾ ഇവിടെ പറയുന്ന രാജാക്കന്മാരും കച്ചവടക്കാരും വ്യാപാരികളും വേശ്യാബന്ധത്തിൽ ഏർപ്പെട്ടു എന്ന് പറയുന്നതിന് രണ്ട് സാധ്യതകൾ. അതിൽ ഒന്നാമത്തേത്, അക്ഷരീയമായിട്ട് തന്നെ ഇങ്ങനെയുള്ള മഹാപട്ടണങ്ങളിൽ സമ്പന്നന്മാർക്ക് വേണ്ടിയും ഉന്നതന്മാർക്ക് വേണ്ടിയും ഒരുക്കപ്പെടുന്ന ഈ ദുഷ്പ്രവൃത്തിയുടെ അവസ്ഥകളാണ്. അക്ഷരീയമായ പാപത്തിൽ ഏർപ്പെടുന്നവർ. ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഞാൻ കേട്ട ഒരു വാർത്ത എന്നെ ഒത്തിരി ഞെട്ടിപ്പിച്ചു. ഇപ്പോഴും ചിലപ്പോഴൊക്കെ ഞാൻ അതിനെക്കുറിച്ച് ഇങ്ങനെ സത്യമാണോ എന്ന് ചിന്തിച്ചിരിക്കാറുണ്ട്. നമ്മുടെ ഇന്ത്യയിലെ ചില പ്രധാന നഗരങ്ങളിൽ, ഒരു ബാംഗ്ലൂർ നഗരത്തിന്റെ പേര് പറഞ്ഞാണ് എന്നോട് ഇത് പങ്കുവെച്ചത്. പഠിക്കുവാനും മറ്റും അവിടെ എത്തുന്ന നമ്മുടെ നാട്ടിലെ തന്നെ കുട്ടികളിൽ പലരും ഷോർട്ട് ബ്രേക്കിന്, ചുരുങ്ങിയ ദിവസങ്ങളിലേക്ക് അവരുടെ ശരീര വിൽപ്പനയ്ക്ക് വേണ്ടി ചില വിദേശ രാജ്യങ്ങളിലെ വമ്പൻ ടൂറിസ്റ്റ് നഗരങ്ങളിലേക്ക് പോകാറുണ്ടത്രേ. ഞാൻ ആ പട്ടണങ്ങളുടെ പേരുകളൊന്നും ഇവിടെ തൽക്കാലം പറയുന്നില്ല. ചിലപ്പോൾ ഒരാഴ്ചത്തേക്ക് പോയി അവിടെ വലിയ ഹോട്ടലുകളിൽ പാർക്കുന്നു.
ഈ പറഞ്ഞതുപോലെ പണക്കാർക്ക് തങ്ങളെ തന്നെ, അവരുടെ ശരീരത്തെ വിൽക്കുന്നു. വലിയ ഒരു തുക പ്രതിഫലമായിട്ട് ലഭിച്ച് മടങ്ങി വരുന്നു. വീട്ടുകാരും അറിയുന്നില്ലത്രേ. അങ്ങനെ അവരെ വിദേശങ്ങളിലേക്ക് ഈ ദുഷ്പ്രവർത്തിക്ക് വേണ്ടി അയക്കുന്ന റാക്കറ്റുകൾ ഉണ്ടത്രേ. ദൈവമക്കളിലും ദൈവമക്കളെന്ന് വിളിക്കപ്പെടുന്ന കൂട്ടത്തിലും ചില കുട്ടികൾ ഇതിൽ അകപ്പെട്ടിട്ടുണ്ടെന്നാണ് ഞാൻ അറിഞ്ഞത്. ആ നിലയിൽ സംസാരിച്ചപ്പോഴാണ് പറഞ്ഞത്. സാധ്യതയുണ്ട്. ഇങ്ങനെയുള്ള പാപങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലും പറഞ്ഞതുപോലെ ലീഗലൈസ് ചെയ്യുന്ന, നിയമവൽകൃതമാക്കുന്ന ഒരു പ്രവണത ഇന്നുണ്ട്. ഒരു പ്രവണത. അപ്പോ ഇങ്ങനെയുള്ള വല്ലാത്ത ഒരു പാപം, ജീവിത പങ്കാളികളെ വെച്ചുമാറുന്ന പാപത്തെക്കുറിച്ച് ഇന്ന് നമുക്ക് നന്നായിട്ടറിയാം. നമ്മുടെ കൊച്ചു കേരളത്തിൽ അങ്ങനെയുള്ള ഒന്നിലധികം കേസുകൾ പിടിക്കപ്പെട്ടത് നമുക്ക് ഓർമ്മയുണ്ടാകും. ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് അങ്ങനെയുള്ള ഒരു കേസ് പിടിച്ചതും ഞാൻ പത്രത്തിൽ വായിച്ചത്. അപ്പോൾ ഇതെല്ലാം സമ്പന്നന്മാർക്കിടയിൽ, സ്വാധീനമുള്ളവർക്കിടയിൽ, വമ്പന്മാർക്കിടയിൽ നടക്കുന്ന പാപപ്രവർത്തികളാണ്. ഈ ജീവിത പങ്കാളികളെ വെച്ചുമാറുന്ന പാപത്തെക്കുറിച്ച് ഞാൻ ഏകദേശം 10-25 വർഷത്തിന് മുമ്പാണ് ആദ്യമായിട്ട് കേട്ടത്. അത് പരസ്യമായിട്ട് എനിക്ക് പറയാൻ പറ്റില്ല എവിടെ നടക്കുന്ന കാര്യമായിരുന്നുവെന്ന്. നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഒരു വിഭാഗം ജനങ്ങൾക്കിടയിൽ, ഒരു വിഭാഗം എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക സ്ഥാപനത്തിന്റെ ഓഫീസർ ലെവലിലുള്ളവർക്കിടയിൽ നടക്കുന്ന പാപമായിട്ട് അവരുടെ ഇടയിൽ നിന്ന് തന്നെ ചോർന്നു കിട്ടിയൊരു വാർത്ത. സാധാരണക്കാർക്കിടയിലേക്ക് ഇപ്പോൾ അത് സംഭവിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ഉന്നതരായ ആൾക്കാർക്കിടയിൽ ഇങ്ങനെയുള്ള പാപങ്ങൾ പാപമെന്ന പേരിലല്ല, മറ്റു പല പേരുകളിലും മുൻപ് മുതലേ നടന്നിരുന്നു. ഈ നഗരം അതിനുള്ള ഒരു പ്രധാനപ്പെട്ട താവളമായി വരും കാലങ്ങളിൽ തീരും എന്നാണ് ഈ വാക്യങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. എല്ലാ തരത്തിലുമുള്ള ട്രീറ്റ്സ് ഇവർക്കൊക്കെ വേണമത്രേ. അതൊക്കെ അവരുടെ കച്ചവടത്തിന്റെ, അവരുടെ ഇടപാടുകളുടെ ഭാഗമായിട്ട് നടത്തപ്പെടുന്നു എന്ന് മാത്രം. അതാണ് നാം കാണുന്നത്. അപ്പോൾ ഒന്നാമത്തെ അർത്ഥം. രണ്ടാമത്തെ അർത്ഥം ട്രേഡ് മിംഗ്ലിംഗ് ആണ്. അവരുടെ തൊഴിലിന്റെയോ കച്ചവടത്തിന്റെയോ ഒക്കെ ഭാഗമായിട്ടുള്ള ഇടപെടലുകളാണ്, ശാരീരിക ഇടപെടലല്ല. ഒന്നാമത്തേത് അക്ഷരീയമായ ശാരീരികമായ ഇടപെടൽ. രണ്ടാമത്തെ അർത്ഥം എന്ന് പറയുന്നത് അവിശുദ്ധമായ വാണിജ്യ ബന്ധങ്ങൾ. ഇപ്പോൾ നമ്മുടെ നാട്ടിലും നടക്കുന്ന കാര്യമാണല്ലോ, രാഷ്ട്രീയ അധികാരത്തിൽ ഇരിക്കുന്നവരെ ചില വ്യവസായ സ്ഥാപനങ്ങൾ സഹായിക്കുന്നത്. ചില വ്യവസായ സ്ഥാപനങ്ങൾ ഏതു പാർട്ടി വന്നാലും അവരെ സഹായിക്കും, പാർട്ടി ഫണ്ട് കൊടുക്കും. ചില വ്യാപാര സ്ഥാപനങ്ങൾ ചില പ്രത്യേക പാർട്ടികളോട് കൂറു പുലർത്തുന്നവരാണ്. ഇന്നും നമുക്കറിയാം, നമ്മുടെ കൊച്ചു കേരളത്തിൽ തുടങ്ങി എല്ലായിടത്തും അത് സംഭവിക്കുന്നുണ്ട്. ഇവിടെ അത് നമുക്ക് അർത്ഥമാക്കാം. ഈ വ്യാപാരികൾ അവരുടെ ബിസിനസ് കൊഴുക്കുന്നതിന് വേണ്ടി, അന്യായമായും അവർക്ക് ലാഭം ഉണ്ടാക്കേണ്ടതിന് വേണ്ടി രാഷ്ട്രീയ നേതൃത്വത്തിൽ ഇരിക്കുന്നവർക്ക് പണം കൊടുക്കണം. അത് നിമിത്തം രണ്ടു കൂട്ടർക്കും ലാഭമാണ്. പലതിനും അനുവാദം കൊടുക്കുന്ന
രാഷ്ട്രീയ നേതൃത്വത്തിനും അതുകൊണ്ട് ലാഭമാണ്. കൊള്ള ലാഭം കൊയ്യുന്ന വ്യാപാരികൾക്കും അതുകൊണ്ട് ലാഭമാണ്. 2-3 ദിവസം മുൻപാണ് ഞാൻ നമ്മുടെ കേരളത്തിലെ ഒരു പത്രത്തിൽ വായിച്ചത്. ഓൺലൈൻ പത്രങ്ങളിലാണ് ഞാൻ വായിക്കാറുള്ളത്. കഴിഞ്ഞ ശനിയാഴ്ചയാണെന്ന് എനിക്ക് തോന്നുന്നത്, അതോ അതിൻ്റെ അങ്ങേ ശനിയാഴ്ചയാണോ, ഒരു റോഡ് പണി 300 മീറ്ററേ ഉള്ളൂ പണിഞ്ഞത്. 300 മീറ്റർ പുതുതായിട്ട് ടാറിട്ടു. 24 മണിക്കൂറിനകം റോഡ് പൊളിഞ്ഞു. 24 മണിക്കൂറിനകം. മഴയില്ല, വെള്ളക്കെട്ടില്ല. ഈ ഒരാഴ്ചയ്ക്ക് മുമ്പ് നടന്ന സംഭവം. നാട്ടുകാർ മുഴുവനും പരാതിയുമായിട്ട് ഇറങ്ങി. ഒടുവിൽ JCB കൊണ്ടുവന്ന് ബാക്കിയും കൂടെ തുറന്നു മാന്തി പ്രശ്നം ഉണ്ടാകണ്ടെന്ന് പറഞ്ഞു. കണ്ടില്ല, 24 മണിക്കൂർ നിന്നില്ല. എന്താ നമ്മുടെ നാട്ടിലെ പല റോഡുകളും പല പാലങ്ങളും ഒക്കെ ഇങ്ങനെയല്ലേ വീണുപോലും പോകുന്നത്? കാര്യം എന്താ? രാഷ്ട്രീയക്കാരും വ്യാപാരികളും തമ്മിലുള്ള അവിശുദ്ധമായ കൂട്ടുകെട്ട്. ഇതാണ് ഇവിടെ ഉദ്ദേശിക്കുന്ന രണ്ടാമത്തെ അർത്ഥം. 18:3 വെളിപ്പാട് 18-ാം അധ്യായം 3-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന വേശ്യാസംഘം, അതിൻ്റെ 2 അർത്ഥങ്ങളാണ് നമ്മൾ ചിന്തിച്ചത്. ഒന്ന്, അക്ഷരീയമായിട്ട് തന്നെ ഇന്നുമുണ്ട് വൻ നഗരങ്ങളിൽ അങ്ങനെയുള്ള ശരീര വിൽപ്പനക്കാർ. രണ്ടാമത്തേത്, രാഷ്ട്രീയക്കാരും വ്യാപാരികളും ഒക്കെ തമ്മിലുള്ള അധികാരവർഗങ്ങൾ പരസ്പരമുള്ള അവിശുദ്ധമായ കൂട്ടുകെട്ട്. അത് നിമിത്തം അവർ ഇരുകൂട്ടരും സമ്പന്നരാകുന്നു. അത് ഇന്നത്തേക്കാൾ കൂടുതൽ ഇനിയും സംഭവിപ്പാനിരിക്കുന്നതേ ഉള്ളൂ. പ്രത്യേകിച്ച് ഒരു രാജ്യവും ഒരു പട്ടണവും കേന്ദ്രീകരിച്ച് ഈ കാര്യങ്ങൾ വരും കാലങ്ങളിൽ ഉണ്ടാകും. അതാണ് അവിടുത്തെ പരാമർശം. ഇന്നും പല സാധനങ്ങൾക്കും വില കൂടുന്നത് അങ്ങനെയുള്ള അവിശുദ്ധ കൂട്ടുകെട്ടുകൊണ്ടാണല്ലോ. ചിലപ്പോൾ ചില സാധനങ്ങൾക്കൊക്കെ ആകാശം മുട്ട വിലക്കയറ്റമാണ്. ഇവിടെ നോർത്ത് ഇന്ത്യയിൽ ഇപ്പോൾ എല്ലാ വർഷവും തക്കാളിക്കായ്ക്കും ഉള്ളിക്കുമൊക്കെ പൊള്ളുന്ന വില വരാറുണ്ട്. അപ്പം ഇങ്ങനെയൊക്കെയുള്ള പല സംഗതികളും ചിലപ്പോൾ ചില രാജ്യങ്ങൾ അതിൻ്റെ വില കൂട്ടും. അപ്പം ഇങ്ങനെയൊക്കെയുള്ള സംഗതികൾ അവിശുദ്ധമായ കൂട്ടുകെട്ടിലൂടെ ധനസമ്പാദനം ഉണ്ടാക്കും. അതാണ് 3-ാം വാക്യത്തിലെ അർത്ഥം. ഈ പട്ടണത്തെക്കുറിച്ചുള്ള 3-ാമത്തെ ഒരു സംഗതിയാണ്, her sins had reached into the heavens. 5-ാമത്തെ വാക്യം വായിച്ചാട്ടെ, വേഴ്സ് നമ്പർ 5. അവളുടെ പാപം ആകാശത്തോളം കുനിഞ്ഞിരിക്കുന്നു, അവളുടെ അകൃത്യം ദൈവം ഓർത്തിട്ടുമുണ്ട്. അവളുടെ പാപത്തിന്റെ പെരുപ്പം ആകാശത്തോളം കുമിഞ്ഞിരിക്കുന്നു. ആകാശം മുട്ട ദൈവത്തിന്റെ സന്നിധിയിൽ എത്തുവോളം പാപം പെരുകി. സൊദോം ഗൊമോറയെ കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. അവിടെ നിന്നുള്ള നിലവിളി ദൈവസന്നിധിയിൽ എത്തിയെന്ന്. അപ്പോൾ അവളുടെ പാപത്തെ സന്ദർശിക്കാൻ കർത്താവ് ഇറങ്ങി വരുന്നു. ഇവിടെയും അത് തന്നെയാണ് നാം കാണുന്നത്. അവളുടെ പാപത്തെക്കുറിച്ച് ദൈവം ഓർക്കുന്നു എന്ന് പറഞ്ഞാൽ അവൾ ശിക്ഷിക്കപ്പെടത്തക്കതുപോലെ അവളുടെ പാപം അത്രയ്ക്കും പെരുകി. ഇൻക്രീസ്, റൈസ് ഇൻ ഹർ സിൻസ്.
അതാണ് ഞാൻ മുമ്പേ പറഞ്ഞത് ഹൈ പ്രൊഫൈൽ സിൻസ് എന്ന്. സിൻ ഓഫ് ഹൈ പ്രൊഫൈൽ പീപ്പിൾ. അവരുടെ പാപം തെളിയുകയില്ല എന്ന്, പിടിക്കപ്പെടുകയില്ല എന്ന്, മനുഷ്യർക്ക് അവരുടെ പാപത്തെക്കുറിച്ച് അറിവ് വരികയില്ല എന്ന് ഇവർ ധരിച്ച്, അവരുടെ അധികാരവും സ്വാധീനവും കൊണ്ട് അവരുടെ പാപത്തെ മറച്ചു വയ്ക്കാൻ കഴിയുമെന്ന് അവർ ധരിച്ച് അവർ പാപത്തിൽ മുതിർന്നു വരികയാണ്. ഇനി ഞങ്ങളെ ആരും ചോദിക്കാനില്ല, ആരും ചോദ്യം ചെയ്യാനില്ല. എന്തു വന്നാലും ഞങ്ങളുടെ സ്വാധീനം കൊണ്ടും പണം കൊണ്ടും ഞങ്ങൾക്ക് മറച്ചു വയ്ക്കാം, ആരെയും വിലയ്ക്ക് വാങ്ങാം എന്നൊക്കെയുള്ള ധാരണ കൊണ്ട് ഇവർ പാപത്തിൽ അങ്ങനെ മുന്നേറുകയാണ്. അതാണ് ഇവിടുത്തെ വിഷയം. പാപം പെരുകുകയാണ്. ആകാശത്തോളം, സ്വർഗത്തോളം, ദൈവസന്നിധിയോളം അവരുടെ പാപം എത്തുന്നു എന്ന് നമുക്കിവിടെ മനസ്സിലാക്കാം. അത്രയ്ക്കും പാപത്തിൽ ജീവിക്കുന്ന ഒരു പട്ടണമായിട്ട് ഇത് തീരുന്നു. ഇന്നും നമുക്കറിയാമല്ലോ, ലോകത്തിലെ പല സമ്പൽ സമൃദ്ധിയുള്ള പട്ടണങ്ങളും പല ടൂറിസ്റ്റ് നഗരങ്ങളും ഇതുപോലെയുള്ള മ്ലേച്ഛതകളുടെ വിളനിലങ്ങളാണ്. ഞാൻ പറയാതെ ഒരുപക്ഷെ എന്നേക്കാൾ കൂടുതൽ അങ്ങനെയുള്ള സ്ഥലങ്ങളെ പറ്റി നിങ്ങളിൽ പലർക്കും അറിയാം. കൊച്ചു കൊച്ചു സ്ഥലങ്ങളിൽ ഒരുപക്ഷെ അത്രയും കാര്യങ്ങളൊന്നും കാണില്ല, അഥവാ ഉണ്ടെങ്കിൽ തന്നെ സംസ്കാരത്തിന്റെ ഭാഗമായിട്ടൊക്കെ ചിലയിടത്ത് ചില കാര്യങ്ങളൊക്കെ ഉണ്ടെന്നേ ഉള്ളൂ. പക്ഷേ എന്തിനേറെ ഇന്ന് ധാരാളം സഞ്ചാരികളുണ്ട്, ലോകസഞ്ചാരികൾ. ഈ ലോകസഞ്ചാരികളൊക്കെ യൂട്യൂബിലും മറ്റ് സമൂഹ മാധ്യമങ്ങളിലും അവരുടെ യാത്രാക്കുറിപ്പുകൾ പങ്കുവയ്ക്കാറുണ്ട്. അങ്ങനെയുള്ള യാത്രാക്കുറിപ്പുകൾ അല്ലെങ്കിൽ യാത്രാ വിവരണങ്ങൾ കേട്ടാൽ തന്നെ മതിയാകും ഓരോ ടൂറിസം നടത്തുന്ന പട്ടണങ്ങളുടെയും പാപത്തിന്റെ അവസ്ഥ. സന്ധ്യ കഴിഞ്ഞാൽ, സന്ധ്യ മയങ്ങിയാൽ തെരുവിലേക്ക് ഇറങ്ങാൻ ഒക്കാത്തതുപോലെ മ്ലേച്ഛതയുടെ വിളയാട്ടം അതിൽ പല നഗരങ്ങളിലുമുണ്ട്. അതാണ് ഇവിടെ പറയുന്നത്. അങ്ങനെയുള്ള ഒരു എന്താ പറയുന്നത്, ഇന്റർനാഷണൽ ടൂറിസം, ഒരു അന്താരാഷ്ട്രീയ വാണിജ്യമോ അല്ലെങ്കിൽ ടൂറിസമോ ഒക്കെ നടത്തുന്ന മിക്കയിടങ്ങളിലും ഇതുപോലെയൊക്കെയുള്ള മ്ലേച്ഛത പെരുകി വരുന്നത് ഇന്ന് പരസ്യമാണ്. അതിലൊന്നിലും ആൾക്കാർക്ക് നാണം പോലും തോന്നുന്നില്ല. തിരുവെഴുത്ത് പറയുന്നത് പോലെ ലജ്ജയായതിൽ അവർക്ക് മാനം തോന്നുന്നു. ലജ്ജയായതിൽ. അങ്ങനത്തെ ഒരു രീതിയിലേക്ക് ഇന്ന് എത്തിപ്പെട്ടിരിക്കുകയാണ് ലോകം. അതിൻ്റെ ഒരു നേർക്കാഴ്ച, അതിൻ്റെ ഇപ്പോഴുള്ളതിനേക്കാൾ വലിയ ഒരു പാപത്തിന്റെ തിരത്തള്ളലാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത്. എതിർ ക്രിസ്തുവിന്റെ കാലത്ത് പാപം അതിൻ്റെ മൂർധന്യതയിലായിരിക്കും. കാരണം പാപം അവർക്ക് പാപം അല്ല. കാരണം സാത്താൻ ഏറ്റവും അധികം ജനത്തെ വഞ്ചിച്ച് പാപം ചെയ്യിക്കുകയാണ്. പാപം ചെയ്യുന്നിടത്ത് മാത്രമേ സാത്താന് കൂടുതൽ സ്വാധീനവും ആഴത്തിലുള്ള പ്രവേശനവുമുള്ളൂ. അതുകൊണ്ട് തന്നെ മനുഷ്യരെ കൊണ്ട് സാത്താൻ ഏറ്റവും അധികം പാപം ചെയ്യിക്കും. ഏറ്റവും അധികം പാപം ചെയ്യിക്കും. ആ ഒരു കാഴ്ചയാണ്
നാം ഇവിടെ 5-ാമത്തെ വാക്യത്തിൽ കണ്ടത്. 5-ാമത്തെ നാലാമത്തെ ഒരു കാര്യം ഇപ്പോൾ നമ്മൾ പറഞ്ഞതിനോട് ചേർത്ത് തന്നെ മനസ്സിലാക്കാൻ എളുപ്പമാണ്. She had this city, this Babylon, she had lived in sinful pleasure and luxury. Sinful pleasure and luxury. ഈ പട്ടണത്തിന്റെ ഒരു പ്രത്യേകതയാണ് പാപത്തിന്റെ സുഖലോലുപതയിലും ആഡംബരപൂർണതയിലും രമിക്കുന്ന ഒരു പട്ടണമാണ്. പാപത്തിന്റെ സുഖവും ആഡംബരത്തിന്റെ ഉത്തുംഗതയും ഒത്തുചേർന്ന ഒരു പട്ടണം. A city where you can find uttermost luxuries, utmost luxuries, and also every sort of sinful pleasures. എല്ലാ തരത്തിലുമുള്ള പാപത്തിന്റെ സുഖം, പാപത്തിന്റെ ആസ്വാദനം. പാപത്തിന് സുഖമുണ്ടെന്നുള്ളത് നമുക്കറിയാമല്ലോ, വേദപുസ്തകവും അത് പറയുന്നു. മോശയെക്കുറിച്ച് പറയുമ്പോൾ എബ്രായർ 11 പാപത്തിന്റെ തൽക്കാല ഭോഗത്തെക്കാളും എന്നാണ്. അപ്പൊ താൽക്കാലികമായിട്ടാണെങ്കിലും പാപത്തിന് ഒരു രസമുണ്ട്, പാപത്തിന് ഒരു സുഖമുണ്ട്. പാപത്തിന്റെ സുഖം, ജഡത്തിന്റെ സുഖം, പ്ലഷർ of sin, pleasure of fleshy indulgence. പാപത്തിൽ ഏർപ്പെടുന്നത് കൊണ്ടുള്ള സുഖം. അതുപോലെ തന്നെ ആഡംബരപൂർണത. ഇത് രണ്ടും ഈ പട്ടണത്തിന്റെ, ഈ രാജ്യത്തിന്റെ, ഈ വ്യവസ്ഥിതിയുടെ മുഖമുദ്രയാണ്. 7-ാമത്തെ വാക്യം വായിച്ചാട്ടെ. 18:7, 7, വേഴ്സ് നമ്പർ 7. അവൾ തന്നെത്താൻ മഹത്വപ്പെടുത്തി പുളച്ചിടത്തോളം അവൾക്ക് പീഡയും ദുഃഖവും കൊടുക്കുവേൻ. രാജ്ഞിയായിട്ട് ഞാൻ ഇരിക്കുന്നു, ഞാൻ വിധവയല്ല, ദുഃഖം കാണുകയില്ല എന്ന് അവൾ ഹൃദയം കൊണ്ട് പറയുന്നു. കണ്ടോ, അവൾ പാപത്തിന്റെയും ആഡംബരത്തിന്റെയും പുളപ്പിലാണ്. ആ ഒരു ആസ്വാദനം, തീൻ പുളപ്പെന്നൊക്കെ പ്രവാചകന്മാര് പറഞ്ഞിട്ടുള്ള അതേ പാപം. അതുകൊണ്ടാണ് യഹോവ ഭക്തന്മാർ പൊതുവെ ഇങ്ങനെയുള്ള ആഡംബരങ്ങളിലും ആസ്വാദനങ്ങളിലും ഏർപ്പെടാതെ ഒഴിഞ്ഞു നിൽക്കുന്നതും സാധാരണപ്പെട്ട ജീവിതം നയിക്കുന്നതും. കഴിവില്ലാഞ്ഞിട്ടല്ല, പണമില്ലാഞ്ഞിട്ടല്ല, പക്ഷെ അത് മതി. ഉണ്മാനും ഉടുപ്പാനും ഉണ്ടെങ്കിൽ മതി എന്ന് വെക്കുക എന്ന തിരുവചന സൂക്തം പോലെ. എൻ്റെ ഈ പ്രാവശ്യത്തെ യാത്രയിൽ ഞാനൊരു ദൈവദാസനെ പറ്റി തൻ്റെ സ്വന്തം കുടുംബാംഗങ്ങൾ പറഞ്ഞ് ഞാൻ അറിഞ്ഞു. ഇപ്പോൾ ആ കർത്താവിന്റെ ദാസൻ ശുശ്രൂഷിക്കുവാൻ ശാരീരികമായ ആരോഗ്യമില്ലാതെ കഴിഞ്ഞ ഏതാനും വർഷങ്ങളായിട്ട് കിടക്കയിലാണ്. കിടപ്പല്ല, പക്ഷെ വീടിന് പുറത്തിറങ്ങാൻ ഒക്കാത്ത സ്ഥിതിയിലാണ്. അദ്ദേഹത്തിന്റെ സഹോദരങ്ങളിൽ ചിലരൊക്കെ ലോകപ്രശസ്തരായ പ്രസംഗകരും ഒക്കെ കൂടെയാണ്. എന്നാൽ ഈ ദൈവദാസനെ കുറിച്ച് എനിക്ക് നേരിട്ടറിയാവുന്ന കാര്യം, തൻ്റെ
മക്കൾ കഴിഞ്ഞ ദിവസം എൻ്റെ ഈ യാത്രയിൽ എന്നോട് പറഞ്ഞു, ഈ ഒരു ദൈവദാസന് ഏക്കറുകൾ കണക്കിന് വസ്തുവും കൃഷി ഫാമും പശു എരുമകളുടെയൊക്കെ ഫാമുകളും ഒക്കെ ഉണ്ടായിരുന്നയാളാണ്. എന്നാൽ അതെല്ലാം താൻ വിറ്റ് സുവിശേഷ വേലയ്ക്ക് വേണ്ടി ചിലവഴിച്ചു. ഇപ്പോൾ ഒരു കൊച്ചു വീട്ടിൽ താമസിക്കുന്നു. അതും മക്കൾ വെച്ച വീടായി പോയിട്ട്, ഒരു കൊച്ചു വീട്, സ്വന്തമായിട്ട് മറ്റൊന്നും ഇല്ലാത്തൊരു മനുഷ്യൻ. അദ്ദേഹത്തിന് ഇന്ന വസ്ത്രം വേണമെന്ന് നിർബന്ധമില്ല. എനിക്ക് കേട്ടപ്പോൾ വളരെ അദ്ദേഹത്തോട് സന്തോഷവും ബഹുമാനവും തോന്നി. എന്നിട്ട് പറഞ്ഞത്, അദ്ദേഹം ഒരു ഉടുപ്പിട്ട്, നമുക്കറിയാം പ്രത്യേകിച്ച് ഇന്ത്യയിൽ താമസിക്കുന്നവരുടെ ഉടുപ്പിന്റെ, ഷർട്ടിന്റെ ഏറ്റവും ആദ്യം കീറുന്നത് കോളറ. കോളറിലെ അഴുക്ക് തേച്ച് കഴുകി ഏറ്റവും ആദ്യം കീറുന്നത് മിക്കവരുടെയും കോളറ. വിയർപ്പും അവിടെയുണ്ട്, അഴുക്കുമുണ്ട്, കൂടുതൽ തേക്കുന്നതും അവിടെയാണ്, പ്രത്യേകിച്ച് സാധാരണക്കാരുടെ. അങ്ങനെ അദ്ദേഹത്തിന്റെ ഒരു ഉടുപ്പ്, ബാക്കി ഭാഗത്തൊന്നും വലിയ കുഴപ്പമില്ല, കോളറ് മാത്രം കീറുന്നെങ്കിൽ ആ കോളറ് മാത്രം അഴിപ്പിച്ചിട്ട് അത് തിരിച്ചു വെപ്പിക്കും. എന്നിട്ട് ആ ഭാഗവും കൂടെ കീറുന്നത് വരെ, ഇടാൻ ഒക്കാത്തതുപോലെ ഉടുപ്പ് കീറുന്നത് വരെ ആ ഉടുപ്പ് തന്നെ ഇട്ടുകൊണ്ട് നടക്കും. അങ്ങനെ വെറും സിമ്പിളായിട്ട് ജീവിക്കുന്ന ഒരു മനുഷ്യൻ. ഇന്ന ചെരുപ്പ് വേണമെന്നില്ല, ഇന്ന ബ്രാൻഡ് വേണമെന്നില്ല. എന്തെങ്കിലും കാലയിൽ മുള്ളു കൊള്ളാതെ ഒന്നിടണം, എന്തെങ്കിലും വിശപ്പടക്കാൻ കഴിക്കണം. അങ്ങനെയുള്ള ഒരു ദേവദാസൻ. പല വിശുദ്ധന്മാരും ഈ നിലയിൽ സാധാരണപ്പെട്ട ജീവിതം നയിക്കുവാനുള്ള കാരണവും ഇത് തന്നെയാണ്. കാരണം ലോകത്തിന്റെ പാപം നിമിത്തമുള്ള പുളപ്പും ലോകത്തിന്റെ ആഡംബരങ്ങളിലുള്ള ഭ്രമവും തിരുവെഴുത്ത് വിലക്കുന്ന പാപങ്ങളാണ്. കഴിവില്ലാഞ്ഞിട്ടല്ല, പക്ഷേ അത് മതി എന്നൊരു നിലയാണ്. ഉണ്മാനും ഉടുപ്പാനും ഉണ്ടെങ്കിൽ മതിയെന്ന് വെക്കുന്നത് സമ്പത്തില്ലാത്തവർക്ക് വേണ്ടി മാത്രം പറയുന്ന ഒരു പ്രയോഗമല്ല. പകരം മറ്റെല്ലാ സാധ്യതകളും ഉള്ളപ്പോഴും എനിക്ക് ഇത് മതി എന്ന് വെക്കുന്ന ഒരു ഭക്തന്റെ സംതൃപ്തിയാണ്, അവന്റെ തീരുമാനമാണത്. സ്തോത്രം. അവന്റെ തീരുമാനമാണ്. മഹാത്മാഗാന്ധി പറഞ്ഞതുപോലെ, ട്രെയിനിന്റെ അൺറിസർവ്ഡ് കോച്ചിൽ, റിസർവേഷൻ ഇല്ലാത്ത സെക്കൻഡ് ക്ലാസ്സിൽ യാത്ര ചെയ്യുന്നത് കണ്ട് അദ്ദേഹത്തോട് ചോദിച്ചത്രേ, എന്തുകൊണ്ടാണ് അങ്ങ് സെക്കൻഡ് ക്ലാസ്സിൽ യാത്ര ചെയ്യുന്നത്? അദ്ദേഹം പറഞ്ഞെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്, തേർഡ് ക്ലാസ് ഇല്ലാത്തത് കൊണ്ടാണ് സെക്കൻഡ് ക്ലാസ്സിൽ യാത്ര ചെയ്യുന്നത്. അതിൽ തൃപ്തനാണ് താൻ, സന്തുഷ്ടനാണ് താൻ, സാധ്യത ഇല്ലാഞ്ഞിട്ടല്ല. അപ്പം ഈ ആഡംബര കൊതി, ആഡംബര പ്രിയം, അത് പാപമാണ്. നമ്മുടെ ഇടയിലേക്ക് ഈ ആഡംബര പ്രിയം വളരെയധികം വലിഞ്ഞു കയറിയിട്ടുണ്ട്. നമ്മുടെ ആരാധനാലയങ്ങളിലേക്ക് അത് കൂടിയിട്ടുണ്ട്, നമ്മുടെ ആരാധനകളിലേക്ക് അത് വന്നിട്ടുണ്ട്, നമ്മുടെ വിവാഹങ്ങളിൽ അത് വളരെ അധികമായിട്ടുണ്ട്, വളരെയധികമായിട്ടുണ്ട്. നമ്മുടെ സാധാരണ ജീവിതത്തിൽ പോലും ഈ ആഡംബര കൊതി അതിക്രമിച്ച് കയറിയിട്ടുണ്ട്. അപകടമാണ്, അപകടമാണ്.
ഈ പട്ടണത്തിന്റെ പാപങ്ങളിൽ ഒരു പ്രധാനപ്പെട്ട പാപം അതായിരുന്നു. ജഡീക ആസ്വാദനങ്ങളും ആഡംബര ഭ്രമവും. ഈവൻ നമ്മുടെ മാതാപിതാക്കളൊക്കെ ആഭരണം ഉപേക്ഷിച്ചതും ഇതിന്റെ ഭാഗമായിട്ടായിരുന്നു. മറ്റു പല കാരണങ്ങൾ ഉണ്ടായിരുന്നതിൽ ഒരു പ്രധാന കാരണം ഇതായിരുന്നു. അവർ ആഭരണം, സ്വർണവും വെള്ളിയും മാത്രമല്ല ഉപേക്ഷിച്ചത്, വിലയേറിയ വസ്ത്രം ഉൾപ്പെടെയുള്ള എല്ലാം തന്നെ അവർ ഉപേക്ഷിച്ചിരുന്നു. ഇന്ന് നമ്മൾ ആഭരണം, സ്വർണം മാത്രം അല്ലെങ്കിൽ വെള്ളി മാത്രം വേണ്ടെന്ന് വയ്ക്കുകയും ചെളിയിൽ ചവിട്ടാനുള്ള ഷൂസ് ആയിരക്കണക്കിന് രൂപയുടേത് വാങ്ങുന്നതും തമ്മിലെ സാങ്കത്യം എനിക്ക് മനസ്സിലാകുന്നില്ല. എല്ലാറ്റിലും ആ ഒരു ലാളിത്യം നമുക്ക് ആവശ്യമുണ്ട്. ഇത് പെന്തക്കോസ്തുകാർ ഏറ്റെടുക്കുമോ എന്നെനിക്കറിയില്ല. സ്തോത്രം. അപ്പോൾ ആഡംബരപ്രിയം പാപമാണ്. അത് നമ്മുടെ ഇടയിലേക്ക് ഇന്ന് നുഴഞ്ഞു കയറിയിരിക്കുന്നു. അത് വീട് വെക്കുമ്പോഴും, വണ്ടി വാങ്ങുമ്പോഴും, വസ്ത്രം വാങ്ങുമ്പോഴും, ആഹാരം കഴിക്കുമ്പോഴും ഒക്കെ നമ്മെ ഭരിക്കേണ്ട ചിന്തകളാണ്. അപ്പോൾ ഈ പട്ടണത്തിന്റെ, ഈ ബാബിലോണിന്റെ ഒരു പ്രത്യേകതയാണ് നാം കണ്ടത്. ആഡംബരപ്രിയവും ജഡീക ആസ്വാദനങ്ങളുടെ ഉത്തുംഗതയും. അത് പാടില്ല. നമ്മുടെ സഭകൾ ലാളിത്യ ജീവിതത്തിലേക്ക്, ലളിത ജീവിതത്തിലേക്ക് മടങ്ങി വരണമെന്ന് വളരെ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. തിരുവെഴുത്തിൽ നിന്ന് എനിക്ക് ലഭിച്ച കാഴ്ചപ്പാട് അങ്ങനെയാണ്. അസറ്റിസിസവുമല്ല, ലൈസൻഷ്യസ്നെസ്സുമല്ല. ഇത് രണ്ടും അരുത്. രണ്ട് എക്സ്ട്രീംസ് ആണത്. അസറ്റിസിസം എന്ന് പറഞ്ഞാൽ എല്ലാം വർജിച്ചിട്ട് സമ്പൂർണ പരിവർജനത്തിന്റെ, പരിത്യാഗത്തിന്റെ ഉപദേശമല്ലത്. ഒന്നും അരുത് എന്നുള്ളതല്ല. നല്ല ആഹാരം കഴിക്കരുതെന്നല്ല, നല്ല വസ്ത്രം ധരിക്കരുതെന്നല്ല, നല്ല വണ്ടിയിൽ യാത്ര ചെയ്യരുതെന്നല്ല. ആ ഉപദേശം തെറ്റാണ്. മറ്റൊരു കൂട്ടർ അതിന്റെ നേരെ വിപരീതമായ ഭാഗത്തേക്ക് പോകും. ലൈസൻഷ്യസ്നെസ്. എന്തിനും ലൈസൻസ് ഉള്ളത്, എങ്ങനെ ജീവിച്ചോളാൻ. ഇല്ല, ഇത് രണ്ടും തെറ്റാ. ഇത് രണ്ടും തെറ്റാ. എന്നാൽ ദൈവമക്കൾ എന്ന നിലയിൽ, ക്രിസ്തുവിന്റെ ദാസന്മാർ എന്ന നിലയിൽ, ക്രിസ്തുവിനോട് അനുരൂപപ്പെട്ട ഒരു ജീവിതം നമുക്ക് ജീവിക്കേണ്ടതുണ്ട്. ജഡത്തിന്റെ സുഖങ്ങൾക്കും ആസ്വാദനങ്ങൾക്കും പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള ജീവിതവും ഭക്തിയും പ്രാർത്ഥനയും ആരാധനയും പ്രസംഗങ്ങളും ഒക്കെ പാപമാണ്. അത് വേണ്ട. നമുക്ക് ആവശ്യമുള്ളത് മതി. ആവശ്യമുള്ളത് എന്താണോ അത് പ്രാപിക്കുന്നതിൽ തെറ്റില്ല. എനിക്കിപ്പോൾ ഒരു വാഹനത്തിന്റെ ആവശ്യമുണ്ടെങ്കിൽ ഒരു വാഹനം വാങ്ങുന്നത് പാപമല്ല. എന്നാൽ എൻ്റെ പത്രാസ് കാണിക്കാൻ വേണ്ടി എൻ്റെ വീടിന്റെ കാർ പോർച്ചിൽ ഒരു വണ്ടി കിടക്കുന്നത് എനിക്കൊരു അഭിമാനമായതുകൊണ്ട് ഞാൻ ഒരെണ്ണം വാങ്ങിച്ചിടുന്നെങ്കിൽ അത് പാപമാണ്. അങ്ങനെയല്ല. അപ്പം ജഡത്തിന്റെ സുഖങ്ങൾക്കും ആസ്വാദനത്തിനും വേണ്ടി ലോകം വെച്ച് നീട്ടുന്ന, പിശാച് വെച്ച് നീട്ടുന്ന ആഡംബരങ്ങളുടെ ആർഭാടത്തിന്റെ കൊതിയിലേക്ക്
ദൈവസഭ കാലുകൾ വയ്ക്കാതിരിക്കട്ടെ. അടുത്തത് 5-ാമത്തെ കാര്യം. ഇപ്പോൾ 4-മതായി നാം ചിന്തിച്ചതിൻ്റെ തുടർച്ചയായ ഒരു പാപത്തെക്കുറിച്ചാണ് നാം കാണുന്നത്. അവിടെ കണ്ടതെന്തോ, her prosperity and her luxury had blinded her to the judgment of God. അവളുടെ ആഡംബരം, അവളുടെ ആർഭാടം, അവളുടെ സമ്പൽ സമൃദ്ധി ദൈവീക ന്യായവിധിയെ പോലും കാണാൻ കഴിയാതെ അവളെ അന്ധയാക്കി. ഒന്നും കൂടെ 7-ാമത്തെ വാക്യം വായിച്ചാട്ടെ. once again verse number 7. അവൾ തന്നെത്താൻ മഹത്വപ്പെടുത്തി പുളച്ചിടത്തോളം അവൾ തന്നെത്താൻ മഹത്വപ്പെടുത്തി, സ്വയം ഉയർത്തുകയാ. അവളുടെ സമ്പൽ സമൃദ്ധിയാണ് അവളെ അങ്ങനെയാക്കിയത്. എന്നിട്ട് അവൾ എന്താ പറയുന്നത്? അവൾക്ക് തന്നെത്താൻ മഹത്വപ്പെടുത്തി പുളച്ചിടത്തോടത്തോളം അവൾക്ക് പീഡയും ദുഃഖവും കൊടുക്കുവിൻ. രാജ്ഞിയായിട്ട് ഞാൻ ഇരിക്കുന്നു, ഞാൻ വിധവയല്ല, ഞാൻ ദുഃഖം കാണുകയില്ല എന്ന് അവൾ ഹൃദയം കൊണ്ട് പറയുന്നു. കണ്ടോ, അവൾ ഹൃദയം കൊണ്ട് പറയുന്നത്. ഒന്ന്, അവൾ തന്നെത്താൻ ഉയർത്തി. എങ്ങനെയാ ഉയർത്തിയത്? ഞാൻ രാജ്ഞിയാണ്, ഞാൻ വിധവയല്ല, ഞാൻ ദുഃഖം കാണുകയില്ല. ദുഃഖം കാണുകയില്ല. അപ്പം അവൾ സമ്പന്നയായിരിക്കുന്നത് കൊണ്ട് ദൈവീക ന്യായവിധിയെ കാണാനൊക്കാത്തതുപോലെ അവൾ അന്ധയായിപ്പോയി. അവളുടെ സമ്പൽ സമൃദ്ധി അവളെ അന്ധയാക്കി. ഇതാണ് ആഡംബരത്തിൻ്റെയും ആർഭാടത്തിൻ്റെയും ഒക്കെ ഒരു പ്രധാനപ്പെട്ട ദോഷം. ആഡംബരം അല്ലെങ്കിൽ സമ്പൽ സമൃദ്ധി അതിൽ തന്നെ തെറ്റല്ല, അതിൽ തന്നെ പാപമല്ല. പക്ഷേ അത് നിമിത്തം ഉണ്ടാകാനിടയുള്ള പാപമാണ് ഈ അഹങ്കാരം, സ്വയം ഉയർത്തൽ, സ്വയാശ്രയം, ദൈവാശ്രയമില്ലാതെയായി തീരുക, മറ്റുള്ളവരെ പുച്ഛിച്ച് തള്ളുക, മറ്റുള്ളവരെ നിന്ദിക്കുക, ദൈവത്തെ പോലും ചോദ്യം ചെയ്യുക. ഇതെല്ലാം ഈ ആർഭാടത്തിൻ്റെയും ധനാഢ്യതയുടെയും ഒക്കെ ദുഷ്പരിണിതമായ ഫലങ്ങളാണ്, ദോഷകരമായ ഫലങ്ങളാണ്, ദോഷകരമായ ഫലങ്ങളാണ്. 11-ാമത്തെ വാക്യം തൊട്ട് 17-ാം വാക്യം വരെ അതിലേക്ക് നമ്മൾ വരുന്നുണ്ട്. ഇപ്പോൾ ഒന്ന് പറഞ്ഞു വിടുന്നതേ ഉള്ളൂ. ഇവളുടെ ആഡംബരത്തിൻ്റെയും ആസ്വാദനത്തിൻ്റെയും ഒരു തെളിവ്. അവിടെ ഏകദേശം 29ഓളം വസ്തുക്കൾ വിൽപ്പനയ്ക്കുണ്ട്. അതിൽ ഏതാണ്ട് 25ഓളം സാധനങ്ങൾ ആഡംബരത്തിന് വേണ്ടിയുള്ളതാണ്, ലക്ഷറി ഐറ്റംസ്. 25ഓളം സംഗതികൾ. 11 തൊട്ട് 17 വരെയുള്ള വാക്യങ്ങളിൽ അത്രയ്ക്ക് എന്താണ് പറയുന്നത്, ആഡംബരത്തിൻ്റെ അങ്ങ് മുകളിൽ അവൾ വിരാജിച്ചിരിക്കുക. അതുകൊണ്ടൊക്കെ അവൾ വിചാരിച്ചു, ഇനി ഒരിക്കലും ഞാൻ താഴേക്ക് വരില്ല എന്ന്. നമ്മുടെ നാട്ടിൽ പറയത്തില്ലേ, ആനപ്പുറത്തിരിക്കുന്നവന്റെ വിചാരം അവൻ എപ്പോഴും ആനപ്പുറത്ത് തന്നെ ഇരിക്കുമെന്നാണ്. നീ എപ്പോഴെങ്കിലും താഴെ വരും. ഇങ്ങനെ താഴെ വന്നാലേ സമ്മാനം ഉള്ളെന്നൊക്കെ അതുകൊണ്ടാ പഴമക്കാര് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമ്മുടെയൊക്കെ ജീവിതത്തിലും ഇതാണ്. ആഡംബരവും ഈ ലോകത്തിൻ്റെ
അത്യാധുനികതകളും ഒക്കെ വർദ്ധിച്ചാൽ പലരും ദൈവത്തോട് അടുക്കുകയല്ല ചെയ്യുന്നത്, ദൈവത്തിൽ നിന്ന് അകലുകയാണ്. സഭയുടെ അവസ്ഥ അത് തന്നെയാണ്. ലവോദിക്യ സഭയിൽ സംഭവിച്ചത് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഞാൻ സമ്പന്ന, ഞാൻ ധനവാൻ, എനിക്കൊന്നിനും മുട്ടില്ല. ലവോദിക്യ സഭയുടെ സ്വയം സാക്ഷ്യപ്പെടുത്തലാണ്. വെളിപ്പാട് 3-ാം അധ്യായത്തിൽ നമ്മൾ ആ ഭാഗം പഠിച്ചതാണല്ലോ. ഞാൻ സമ്പന്നനാണ്, ഞാൻ ധനവാനാണ്, എനിക്ക് യാതൊന്നിനും മുട്ടില്ല. എനിക്ക് ആവശ്യമൊന്നുമില്ലെങ്കിൽ പിന്നെ ഞാൻ ആശ്രയിക്കേണ്ട ആവശ്യമുണ്ടോ ആരെയെങ്കിലും? ദൈവത്തെ പോലും. എങ്കിൽ പിന്നെ എനിക്ക് താഴേണ്ട ആവശ്യമുണ്ടോ? എങ്കിൽ പിന്നെ എനിക്ക് പ്രാർത്ഥിക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. എനിക്കെല്ലാം ഉണ്ട്. ഞാൻ ധനവാനാണെന്ന ധാരണ അത് സഭയെയും ദോഷകരമായിട്ട് ബാധിക്കും. കർത്താവ് നമുക്ക് സമ്പത്ത് തരുന്നെങ്കിൽ തെറ്റല്ല. ധനവാന്മാരാകുന്നത് പാപമല്ല. എപ്പോഴും നമ്മൾ താഴേക്കിടയിൽ അത്താഴപ്പട്ടിണിക്കാരായിരിക്കണം എന്നതിനർത്ഥമില്ല. കുടിലുകളിലേ വസിക്കാവെന്നോ വാടക വീട്ടിലേ കിടക്കാവൂ എന്നോ ഇതിനർത്ഥമില്ല. സ്വന്തമായിട്ട് വീടാകാം, സ്വന്തമായിട്ട് വണ്ടിയാകാം, നല്ല ഭക്ഷണം കഴിക്കാം, നല്ല വസ്ത്രം ധരിക്കാം. ഇതൊന്നും പാപമല്ല. പക്ഷേ ദൈവം നമുക്ക് നൽകുന്ന നന്മകൾ ഒന്നും തന്നെ നമ്മെ ഈ ബാബിലോണിനെ പോലെ അഹങ്കാരികളാക്കരുത്, അന്ധരാക്കരുത്. ലവോദിക്യ സഭയെയും സമ്പത്ത് അന്ധയാക്കിയത് നമുക്കറിയാമല്ലോ. എല്ലാവരും എൻ്റെ കൂടെ ഉണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. സ്തോത്രം. ലവോദിക്യ സഭയെ പോലും അവളുടെ സമ്പത്ത് കുരുടാക്കി. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, നീ കുരുടനാണ്. നിന്റെ കണ്ണിൽ എഴുതുവാൻ, കാഴ്ച ലഭിക്കേണ്ടതിന് കണ്ണിൽ എഴുതുവാൻ കൺമഷി, ലേപം എന്നോട് വിലയ്ക്ക് വാങ്ങുക. നിനക്കൊന്നിനും കുറവില്ലെന്ന് പറയുന്നു, പക്ഷെ നീ നഗ്നനാണ്. നിന്നെ നഗ്നതയുടെ ലജ്ജ വെളിവാകാതിരിക്കേണ്ടതിന് വെള്ളവസ്ത്രം എന്നോട് വിലയ്ക്ക് വാങ്ങുക. നീ ധനവാനാണെന്ന് പറയുന്നു, പക്ഷേ കർത്താവ് പറഞ്ഞു, അല്ല, നീ ദരിദ്രനാ. നിന്റെ ദാരിദ്ര്യം മാറാൻ തീയിൽ ഊതിക്കഴിച്ച പൊന്ന് എന്നോട് വിലയ്ക്ക് വാങ്ങൂ. ദൈവം നമ്മെ ഉയർത്തുമ്പോൾ ഭൗതികമായിട്ടാകട്ടെ, വിദ്യാഭ്യാസപരമായിട്ടാകട്ടെ, ആരോഗ്യപരമായിട്ടാകട്ടെ, സാമൂഹികമായിട്ടോ ആത്മീയമായിട്ടോ ഒക്കെ നമ്മെ ഉയർത്തുമ്പോൾ നാം താണോണം ദൈവസന്നിധിയിൽ താണുകൊണ്ടേയിരിക്കണം. കർത്താവ് നമുക്ക് തരട്ടെ. കർത്താവ് ആഗ്രഹിക്കുന്നതൊക്കെ നമുക്ക് തരട്ടെ. നമ്മെ ദൈവം സമ്പന്നന്മാരാക്കട്ടെ. വലിയ വീടുകൾ നമുക്ക് തരുന്നെങ്കിൽ തരട്ടെ, വലിയ വണ്ടികൾ തരുന്നെങ്കിൽ തരട്ടെ. പക്ഷെ ഇതൊന്നും നമ്മെ ദൈവത്തിൽ നിന്ന് അകറ്റരുത്. ദൈവത്തിൽ നിന്ന് മാത്രമല്ല, സാധാരണക്കാരിൽ നിന്നും ഇതൊക്കെ പലപ്പോഴും നമ്മെ അകറ്റിക്കളയും. സ്തോത്രം. എനിക്ക് ചിലരെ നേരിട്ടറിയാം. വളരെ കാലം അടുത്ത സ്നേഹിതരായിരുന്നവർ. പക്ഷെ അതിൽ ഒരാൾ പഠിച്ച് ഡോക്ടറേറ്റ് എടുത്തു, PhD. ശുശ്രൂഷകന്മാരായിരുന്നവരെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. തിയോളജിക്കൽ PhD എടുത്തു. പഠിക്കുന്ന കാലത്തും പല കാര്യങ്ങളും എഴുതി തൻ്റെ കൂട്ടുകാരനായ ആ സാധാരണ സുവിശേഷകനോട്
സംശയ നിവാരണം വരുത്തുമായിരുന്ന ഒരു മനുഷ്യൻ. എന്നാൽ ആ കൂട്ടുകാരൻ പാസ്റ്റർ പിന്നെ പഠിക്കാനൊന്നും പോയില്ല. താൻ ശുശ്രൂഷയിൽ തന്നെ തുടർന്നു. മറ്റദ്ദേഹം PhD ഒക്കെ എടുത്തു. PhD ഒക്കെ എടുക്കുന്നത് വരെ ഭയങ്കര സ്നേഹമായിരുന്നു. തമ്മിൽ ഇടയ്ക്ക് കാണാറുണ്ടായിരുന്നു, ഫോണിൽ കൂടെ ബന്ധപ്പെടാറുണ്ടായിരുന്നു. പക്ഷെ അദ്ദേഹം PhD ഒക്കെ കഴിഞ്ഞിട്ട് അദ്ദേഹം മറ്റൊരു പട്ടണത്തിലേക്ക് മാറി. കുറെ വർഷങ്ങൾക്ക് ശേഷം അവർ തമ്മിൽ കണ്ടുമുട്ടി. അപ്പോൾ ഈ പഴയ ഉപദേശി ഈ പുതിയ ഡോക്ടറോട് അറിയുമോ എന്ന് ചോദിച്ചിട്ടും പരിചയപ്പെടുത്തിയിട്ടൊന്നും ഒരു പിടുത്തമില്ല. തന്റെ ഉയർച്ചയ്ക്കൊത്ത് തന്റെ കൂട്ടുകാരൻ ഉയരാതിരുന്നപ്പോൾ തന്നെ മറക്കുന്നു. ഇങ്ങനെ ഒന്നിലധികം അനുഭവങ്ങൾ നേരിട്ട് അനുഭവിച്ചത് ചിലരെ ഞാൻ കണ്ടിട്ടുണ്ട്. എനിക്കും നേരിട്ട് ചില അനുഭവങ്ങളുണ്ട്, നിങ്ങൾക്കൊക്കെ ഉണ്ടാകാം. ഒരാളിന്റെ ഉയർച്ച പലപ്പോഴും ദൈവത്തിൽ നിന്നും അവരെ അകറ്റാറുണ്ട്, മറ്റ് മനുഷ്യരിൽ നിന്നും അവരെ അകറ്റാറുണ്ട്. പക്ഷെ ഇത് രണ്ടും നമുക്ക് സംഭവിക്കരുത്. നാം എന്ത് ചെയ്യണം? എളിയവരോട്, നിങ്ങളുടെ കൂടെ ശബ്ദം ഒന്ന് കേട്ടോട്ടെ, ചേർന്നുകൊള്ളുവീൻ. എളിയവരോട് നമ്മൾ ചേർന്ന് നിൽക്കണം. എത്ര നമ്മൾ ഉയർന്നാലും സാരമില്ല, എത്ര ഉയർന്നാലും. ജോലി കൊണ്ടോ വിദ്യാഭ്യാസം കൊണ്ടോ സൗന്ദര്യം കൊണ്ടോ സ്വത്ത് കൊണ്ടോ ഒക്കെ നമ്മൾ എത്ര ഉയർന്നോട്ടെ, കുഴപ്പമില്ല. പക്ഷേ അത് ദൈവത്തോടും നമ്മളെ അടുപ്പിക്കണം, മനുഷ്യരോടും നമ്മെ അടുപ്പിക്കണം. ചിലപ്പോൾ ചില മനുഷ്യരൊക്കെ നമ്മളെ മുതലെടുക്കും, അത് സാധ്യമാണ്. മുതലെടുപ്പ് നടത്തും. ആ നഷ്ടവും കൂടെ ഒക്കെ നമ്മൾ അറിഞ്ഞുകൊണ്ട് അങ്ങ് സഹിച്ചേ പറ്റും. അപ്പോൾ ഇവിടെ ഈ പട്ടണത്തിന്റെ ധനാഢ്യത അവളെ അന്ധയാക്കി. തന്നിമിത്തം ദൈവിക ന്യായവിധിയെക്കുറിച്ച് പോലും തിരിച്ചറിയാൻ ഈ പട്ടണത്തിന് കഴിയാതെ പോയി. അഹങ്കാരം, അഹന്ത, അഹം, ഞാൻ എന്ന ഭാവം. അഹങ്കാരത്തിന്റെ അർത്ഥം അതാണല്ലോ. അഹം എന്ന് പറഞ്ഞാൽ ഞാൻ, അഹങ്കാരം, ഞാൻ എന്ന ഭാവം. അത് നമുക്കാർക്കും ഉണ്ടാകാതിരിക്കട്ടെ. ദൈവം നമ്മെ ഉയർത്തും തോറും നാം അവന്റെ ബലമുള്ള കൈകൾ താണിരിക്കുക. അവൻ നമ്മെ ഉയർത്തേണ്ടതിനെന്ന് പത്രോസ് പറയുന്നുണ്ട്. ദൈവത്തിന്റെ ബലമുള്ള കൈക്കീഴിൽ താണിരിക്കുക. മറ്റൊരു സംഗതിയാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത്. കർത്താവ് നമ്മെ ഉയർത്തുവാനായിട്ടല്ല, ഉയർത്തും തോറും തിരുസന്നിധിയിൽ താഴുവാൻ നമുക്കിടയാകണം. ദൈവം നമ്മെ ഉയർത്തുന്നതിന് വേണ്ടിയല്ല, അത് നമ്മുടെ ലക്ഷ്യമല്ല. ദൈവം നമ്മളെ ഉയർത്തുന്നെങ്കിൽ എത്രയും ഉയർത്താമോ അത്രയും ഉയർത്തട്ടെ. പക്ഷെ ആ ഉയർച്ചയെല്ലാം ഭൗമതലത്തിൽ മാത്രമാണ് കേട്ടോ. സ്തോത്രം. നമുക്ക് ലഭ്യമാകാവുന്ന ഏറ്റവും വലിയ ഉയർച്ച ദൈവം നമുക്ക് തന്നു കഴിഞ്ഞു. ദൈവത്തിന്റെ മക്കൾ എന്ന് വിളിക്കപ്പെടുക. സ്തോത്രം. അതിനേക്കാൾ വലിയൊരു ഉയർച്ച ഭൂമിയിൽ ലഭിക്കുവാനായിട്ടില്ല. ഇപ്പോൾ പറഞ്ഞ ഉയർച്ചകളെല്ലാം ഭൗമതലത്തിലെ ഉയർച്ചകളാണ്. പണവും പഠിത്തവും ഒക്കെ കൊണ്ടുള്ള ഉയർച്ചയെല്ലാം ഭൗമതലത്തിലാണ്, ഭൗമികത്തിൽ, സമൂഹത്തിൽ ഒക്കെയാ. ചിലപ്പോൾ ശുശ്രൂഷയിലും ഉയർത്തിയെന്ന് വന്നേക്കാം. അറിയപ്പെടുന്ന ഒരു പ്രസംഗകനായോ പാട്ടുകാരനായോ എഴുത്തുകാരനായോ ഒക്കെ നമ്മൾ മാറിയേക്കാം. ചിലപ്പോൾ പ്രസംഗവും എഴുത്തും പാട്ടുമൊന്നും ആയിരിക്കത്തില്ല, നമ്മുടെ ഭക്തിയായിരിക്കാം നമ്മെ പ്രശസ്തരാക്കുന്നത്. എങ്കിലും നമ്മൾ എന്ത് ചെയ്യുക? താഴുക. സ്തോത്രം. നാം താഴ്മ ധരിക്കുന്നവരാവുക. അടുത്തത്, ഇതേ പാപത്തോടനുബന്ധിച്ച അനുബന്ധ പാപം എന്ന് തന്നെ നമുക്ക് വിളിക്കാം. സ്തോത്രം. അതായത് ഷീ ഹാഡ് ഡിസീവ്ഡ്
all nations with her sorceries. 18:23 വാക്യം. 18:23. വിളക്കിന്റെ ശബ്ദം ഇനി നിന്നിൽ പ്രകാശിക്കുകയില്ല. മണവാളന്റെയും മണവാട്ടിയുടെയും സ്വരം ഇനി നിന്നിൽ കേൾക്കുകയില്ല. നിന്റെ വ്യാപാരികൾ ഭൂമിയിലെ മഹത്വങ്ങൾ ആയിരുന്നു. നിന്റെ ക്ഷുദ്രത്താൽ സകല ജാതികളും വശീകരിക്കപ്പെട്ടിരിക്കുന്നു. നിന്റെ ക്ഷുദ്രത്താൽ, അവൾ ക്ഷുദ്രത്താൽ സകല ജാതികളെയും വശീകരിച്ചു. She had deceived all nations with her sorcery. അവളുടെ ക്ഷുദ്രത്താൽ അവൾ സകല ജാതികളെയും വശീകരിച്ചു. ആൾക്കാരെയൊക്കെ അവളോട് അവൾ അടുപ്പിച്ചു നിർത്തിയത് വശീകരണ ശക്തിയാലായിരുന്നു. വശീകരണത്താൽ. ആ വശീകരണത്തിന് വേണ്ടി ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന സാധാരണ അറിവുള്ള പദമാണ് ക്ഷുദ്രം. അക്ഷരികമായ ക്ഷുദ്രം തന്നെ ആകണമെന്നില്ല. പൗലോസ് ഗലാത്യരോട് ചോദിക്കുന്നുണ്ട്, ഓർമ്മ കാണുമല്ലോ, നിങ്ങളെ ക്ഷുദ്രം ചെയ്ത് മയക്കിയത് ആര്? ആ ബുദ്ധിയില്ലാത്ത ഗലാത്യരെ, ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തുവിനെ നിങ്ങളുടെ മുമ്പിൽ വരച്ചു കാട്ടിയിരിക്കെ നിങ്ങളെ ക്ഷുദ്രം ചെയ്ത് മയക്കിയത് ആർ? അവിടെ ക്ഷുദ്രം എന്ന് പറയുന്നത് അക്ഷരീയമായ ക്ഷുദ്രപ്രയോഗം അല്ലെങ്കിൽ ആഭിചാരപ്രയോഗം അല്ലെങ്കിൽ സാധാരണ ഭാഷയിൽ പറഞ്ഞാൽ കൂടോത്രമൊന്നുമല്ല. എന്തൊക്കെ കൊണ്ടോ മറ്റുള്ളവരെ തങ്കലേക്ക് ആകർഷിക്കുന്ന ഒരു വശീകരണ സ്വഭാവം. പല സമയത്തും ഈ വശീകരണം ഒരു സാത്താന്യ ശക്തിയുടെ വ്യാപാരത്താലാണ് സംഭവിക്കുന്നത്. ഒരു സാത്താന്യ ശക്തിയുടെ വ്യാപാരത്താൽ. ഇവൻ നമ്മുടെ സഭയിലെ കാര്യങ്ങൾ തന്നെ എടുത്തുള്ളൂ. ചില ശുശ്രൂഷകന്മാർ ഒറ്റ പ്രാവശ്യം ഒരു സഭയിൽ പോകത്തേ ഉള്ളൂ. ഒറ്റ ഒരു പ്രാവശ്യം. അവിടെയുള്ള ചിലരെ ആ പുള്ളി അടിച്ചു മാറ്റും. ആണോ പെണ്ണോ, ചിലപ്പോൾ ശാരീരികമായ പാപത്തിന് വേണ്ടിയാകാം, മറ്റു ചിലപ്പോൾ സാമ്പത്തിക ലാഭത്തിന് വേണ്ടിയാകാം, വേറെ ചിലപ്പോൾ തങ്ങളുടെ കൂടെ ആളിനെ കൂട്ടാൻ വേണ്ടിയാകാം. ഇപ്പോൾ ഞാൻ ഈ പോയ യാത്രയിൽ ഞാൻ അറിഞ്ഞ ഒരു വസ്തുത, ആ ആളിനെ എനിക്കറിയാവുന്നതാണ്. ഒരു പാസ്റ്റർ പല സഭകൾ ചാടി 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 വന്നു. ഒടുവിൽ അദ്ദേഹം ഒരു സഭയിൽ നിന്നും മാറിയപ്പോൾ ആ സഭയിലെ 140 പേരെ, ഒന്നും രണ്ടും പേരെ അല്ല, 140 പേരെയും കൊണ്ട് ആ സഭയിൽ നിന്നും അദ്ദേഹം മാറിപ്പോയി. താൻ അവിടുന്ന് പോയി, പക്ഷേ 140 പേരെ താൻ തന്റെ പക്ഷത്ത് ചേർത്ത് നിർത്തി. വിരലിൽ എണ്ണാവുന്ന ചിലർ മാത്രമേ ആ സഭയിൽ ശേഷിച്ചുള്ളൂ. എന്നാൽ ഈ പോയവരെ അങ്ങ് നിലനിർത്ത അതുമില്ല. അവരിൽ പലരും ഇപ്പോൾ പിന്മാറിപ്പോയി. എന്താ സംഭവിക്കുന്നത്? ഇവരിലുള്ള ഒരു വ്യാപാര ശക്തി പരിശുദ്ധാത്മാവിന്റെ വ്യാപാരമല്ല കേട്ടോ. ഈ വ്യക്തികളിലുള്ള ഒരു വ്യാപാര ശക്തി പരിശുദ്ധാത്മാവില്ലാത്തവരെ സ്വാധീനിച്ച് തങ്കലേക്ക് ആകർഷിക്കും. ഒത്തിരി തെളിവുകൾ എനിക്ക് പറയാനിട്ടുണ്ട്. പരിശുദ്ധാത്മാവില്ലാത്തവർ മാത്രമേ അവരിലേക്ക് ആകർഷിക്കപ്പെടുകയുള്ളൂ. ഈ 140 പേർക്കും പരിശുദ്ധാത്മാവ് ഇല്ലായിരുന്നു എന്ന് ചോദിച്ചാൽ ഇല്ലായിരുന്നു എന്ന് മാത്രമേ ഉത്തരം പറയാനുള്ളൂ.
അതിനകത്തെ ആളിന്റെ എണ്ണം കൂടിയത് കൊണ്ട് ഒരാൾ പോലും ഇല്ലായിരുന്നോ എന്ന ചോദ്യത്തിന് പ്രസക്തിയില്ല. അപ്പൊ ഇവിടെ ഈ പട്ടണത്തിന്റെ അധികാരികൾ ഈ നിലയിൽ മറ്റുള്ളവരെ തങ്കലേക്ക് ആകർഷിക്കുന്നവരായിരുന്നു. അതുകൊണ്ടാണ് വശീകരിച്ചു, ക്ഷുദ്രത്താൽ വശീകരിച്ചെന്ന് പറയുന്നത്. ഇന്നും നോക്കിക്കേ, പല രാഷ്ട്രീയ നേതാക്കളും ചില രാഷ്ട്രീയ പാർട്ടികളും തങ്ങളിലേക്ക് മറ്റുള്ളവരെ അത്ഭുതാവഹമായി ആകർഷിക്കുന്നുണ്ട്. ആ ആകർഷണത്തിന്റെ അടിസ്ഥാനം അവരുടെ ഇടയിൽ അദൃശ്യമായി വ്യാപരിക്കുന്ന ഒരു ആത്മവ്യാപാരമാണ്. അപ്പം ഈ പട്ടണത്തിന്റെ പാപം, ഈ പട്ടണത്തിന്റെ പരിചയം, സമയം നമ്മുടേത് കഴിഞ്ഞു. ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ നിർത്തിയേക്കാം, വിശദീകരിക്കുന്നില്ല. ഏഴാമത്തെ ഒരു പരിചയപ്പെടുത്തലാണ് നാം അതിന്റെ 24-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നത്. വേഴ്സ് 24, 24. പ്രവാചകന്മാരുടെയും വിശുദ്ധന്മാരുടെയും ഭൂമിയിൽ വെച്ച് കൊന്നുകളഞ്ഞ എല്ലാവരുടെയും രക്തം അവളിൽ അല്ലോ കണ്ടത്. കണ്ടോ? അവിടെ നമ്മൾ കാണുന്നത് she was covered with the blood of many God's saints, many of God's saints. അനേകം ദൈവത്തിന്റെ വിശുദ്ധന്മാരുടെ രക്തത്താൽ അവൾ പങ്കിലപ്പെട്ടിരുന്നു. ധാരാളം ദൈവത്തിന്റെ വിശുദ്ധന്മാരുടെ രക്തം അവളിൽ കണ്ടു. She was covered with the blood of many of God's saints. ഈ വിധമായ പാപങ്ങൾ, മ്ലേച്ഛതകൾ ഈ പട്ടണത്തിൽ നടക്കുമ്പോൾ ആ പാപത്തോട് പാപം കൂട്ടത്തക്കതുപോലെ അവർ ദൈവത്തിന്റെ വിശുദ്ധന്മാരെ കൊല്ലുക കൂടെ ചെയ്യുന്നു. അത് ഈ മഹാപീഡന കാലത്ത് മാത്രമല്ല, മുൻപ് മുതൽ തന്നെ അങ്ങനെയാ. നമ്മൾ നേരത്തെ പഠിച്ച നിമ്രോദിന്റെ കാലം മുതലേ അങ്ങനെയാ. ചരിത്ര പുസ്തകങ്ങളിലൊക്കെ വായിക്കാൻ കഴിയുന്നത്, നിമ്രോദ് മരിച്ചു, സെമിറാമീസ് ഒരു ജാരസന്തതിക്ക് ജന്മം കൊടുത്തു. അവളുടെ മതത്തിൽപ്പെട്ട പലരും അവളെ തള്ളിക്കളയാൻ തുടങ്ങി. അപ്പോൾ അവളെ അനുകൂലിച്ചവരെ അവളുടെ പുരോഹിതന്മാരാക്കി, അവളെ എതിർത്തവരെ അവൾ കൊല്ലാൻ തുടങ്ങി. അപ്പോൾ പലരും പ്രലോഭനം കൊണ്ടും ഭീഷണി കൊണ്ടും, പ്രലോഭനം കൊണ്ടും ടെംപ്റ്റേഷൻ, ഭീഷണി ത്രെറ്റനിങ്സ്, ഇത് രണ്ടും കൊണ്ട് പലരും എതിർപ്പ് അവസാനിപ്പിച്ച് അവരുടെ മതത്തോട് ചേർന്നു. അപ്പോൾ അന്നു മുതൽ തുടങ്ങിയതാണ് ബാബിലോൺ വിശുദ്ധന്മാരുടെ രക്തമൊഴുക്കുക എന്നുള്ളത്. ഈ മഹാപീഡനകാലം വരുമ്പോൾ അതേറെ വർദ്ധിക്കുമെന്ന് മാത്രം. അപ്പോൾ ഈ വിധമായ പാപത്തിൽ, മ്ലേച്ഛതകളിൽ, അശുദ്ധിയിൽ ഒക്കെ രമിക്കുമ്പോൾ തന്നെ വിശുദ്ധന്മാരെ കൊന്നുമുടിക്കുന്ന, രക്തസാക്ഷികളാക്കുന്ന ഒരു പാപവും അതിനോട് ചേർത്ത് അവൾ വയ്ക്കുന്നു. അതും ദൈവത്തിന്റെ ശിക്ഷാവിധി അവരുടെ മേൽ വരുന്നതിന് ഒരു പ്രധാന കാരണമാണ്. അപ്പോൾ ഇങ്ങനെയാണ് നാം ഈ പട്ടണത്തെ ഒന്ന് പരിചയപ്പെടുന്നത്. ഈ 7 കൂട്ടം കാര്യം. സംശയങ്ങൾ ഉണ്ടെങ്കിൽ ദൈവം അനുവദിച്ചാൽ നാളെ ചോദിച്ചാലും, ഇന്ന് സമയം തീർന്നതുകൊണ്ട് സംശയ നിവാരണത്തിന് ഇന്ന് സമയം എടുക്കുന്നില്ല. ഈ പട്ടണവുമായി ബന്ധപ്പെട്ട ഈ ആത്മീയ ചിന്തകൾ
നമുക്കും പലതും പഠിക്കുവാനും സ്വീകരിപ്പാനുമായിട്ടുള്ളതാണല്ലോ. നമുക്കും നമ്മെ സമർപ്പിക്കാം. സ്തോത്രം. നാം ക്രിസ്തു കാണിച്ച ലളിത മാതൃകകളിലൂടെ ജീവിക്കുന്നവരായി, ക്രിസ്തുവിന്റെ ശിഷ്യന്മാരെന്ന പേരിന് എല്ലാം കൊണ്ടും അർഹരായി, ദൈവം നമുക്ക് നൽകുന്ന നന്മകൾ ഒരിക്കലും പാപത്തിനും ദൈവത്തിൽ നിന്നും മനുഷ്യരിൽ നിന്നും അകലുന്നതിനും കാരണമാകാതെ ദൈവത്തോട് അടുക്കുന്നതിനും ആവശ്യങ്ങളിൽ ഇരിക്കുന്നവരെ ശുശ്രൂഷിക്കുന്നതിനും കാരണമായി തീരുവാൻ നമുക്ക് സമർപ്പിക്കാം. നമ്മുടെ കർത്താവിന്റെ വരവിനായിട്ട് ഒരുങ്ങാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. സ്തോത്രം.